തലസ്ഥാന നഗരിയിലെ നടുക്കി ഗുണ്ടാ വിളയാട്ടമാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ പഴവങ്ങാടിയിൽ അരങ്ങേറിയത്. നടുറോഡിൽ വെട്ടുകത്തിയുമായി രണ്ട് ക്രിമിനൽ സംഘങ്ങളാണ് ഏറ്റുമുട്ടിയത്. ഈ അക്രമാസക്തമായ പോരാട്ടത്തിന് പിന്നിലെ കാരണമാണ് തികച്ചും വിചിത്രം. തന്നോടൊപ്പം മോഷ്ടിക്കാൻ വരാത്തതിലുള്ള വിരോധമാണ് ഈ കൊലപാതക ശ്രമത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പുലർച്ചെ ഏകദേശം 6:15 സംഭവം. വട്ടിയൂർക്കാവ് സ്വദേശിയായ രാജേഷ് ബാലരാമപുരം സ്വദേശിയായ മണികണ്ഠനെ വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. താൻ ആസൂത്രണം ചെയ്ത മോഷണത്തിന് കൂട്ടുനിൽക്കാൻ പ്രതി വിസമ്മതിച്ചതോടെയാണ് പ്രതിയെ പ്രകോപിപ്പിച്ചത്. ആക്രമണത്തിലെ മണികണ്ഠൻ തന്റെ കാര്യങ്ങൾ അനാവശ്യമായി ഇടപെടുന്നുവെന്ന് ആരോപിച്ച് തിരച്ചും ആക്രമിച്ചതോടെ പഴവങ്ങാടി പ്രദേശം അല്പനേരം യുദ്ധക്കളമായി മാറി. പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന പുലർച്ചെ സമയത്ത് തിരക്കേറിയ നഗരമധ്യത്തിൽ വെട്ടുകത്തിയുമായി റൌഡികൾ ഏറ്റുമുട്ടിയത് പോലീസിനെയും ഞെട്ടിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്തെത്തിയ ഫോർട്ട് പോലീസ് ഉടൻ തന്നെ ഇടപെട്ട് പ്രതികളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. മോഷണ കൊട്ടേഷനുകൾക്കും കുടിപ്പകകൾക്കും ഇടയിൽ സാധാരണക്കാരുടെ ജീവൻ എന്ത് വിലയാണുള്ളതെന്ന ചോദ്യം ഈ സംഭവം വീണ്ടും ഉയർത്തുന്നു. പഴവങ്ങാടിയിൽ വെട്ടുകത്തിയുമായി ഏറ്റുമുട്ടിയ രണ്ട് യുവാക്കളും പോലീസിന്റെ സ്ഥിരം കുറ്റവാളികളുടെ പട്ടികയിൽ ഇടം പിടിച്ചവരാണ്. നഗരത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി ഒട്ടനവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇവരെ പോലീസ് ഏറെ നാളായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത ഇവരുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ നഗരത്തിലെ ഗുണ്ടാ ബന്ധങ്ങളുടെ ആഴം വ്യക്തമാകും. അറസ്റ്റിലായവരിൽ ഒന്നാമൻ 46 വയസ്സുകാരനായ രാജേഷ് ആണ്. വട്ടിയൂർക്കാവ് സ്വദേശിയായ രാജേഷ് ആ സ്റ്റേഷനിലെ തന്നെ ഔദ്യോഗിക റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. നിരവധി മോഷണ കേസുകളിലും അക്രമ സംഭവങ്ങളിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. രണ്ടാമൻ 36 വയസ്സുകാരനായ മണികണ്ഠനാണ്. ബാലരാമപുരം സ്വദേശിയായ ഇയാൾ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിലാണുള്ളത്. മണികണ്ഠന്റെ പരാതിയിൽ രാജേഷിന്റെ പരാതിയിൽ മണികണ്ഠനെതിരെയും ഫോർട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നു. വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരായ രണ്ട് പ്രതികളെയും റിമാൻഡ് ചെയ്തു. നഗരത്തിലെ മോഷണ കൊട്ടേഷനുകൾക്കായി ഒത്തുചേരുന്ന ഇത്തരം ക്രിമിനലുകൾക്കിടയിൽ ഉണ്ടാകുന്ന ആഭ്യന്തര തർക്കങ്ങൾ പലപ്പോഴും വലിയ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കാണ് വഴിമാറുന്നത്. മുൻപും പലതവണ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ഇവർ പുറത്തിറങ്ങിയാൽ ഉടൻ വീണ്ടും മോഷണ ശ്രമങ്ങളിലേക്കും അക്രമങ്ങളിലേക്കും തിരിയുന്ന കാഴ്ചയാണ് നഗരത്തിൽ കാണുന്നത്. ഇവരുടെ സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഈ സംഭവം കേവലം രണ്ട് ക്രിമിനലുകൾ തമ്മിലുള്ള തർക്കമായി മാത്രം കാണാനാവില്ല. തലസ്ഥാന നഗരിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളെ പൂർണ്ണമായും പരിഹസിക്കുന്ന രീതിയിലാണ് ജനത്തിരക്കുള്ള പഴവങ്ങാടിയിൽ ഇവർ വെട്ടുകത്തിയുമായി അഴിഞ്ഞാടിയത്. തിരുവനന്തപുരം നഗരത്തിലെ ഗുണ്ടാവിളയാട്ടം സാധാരണക്കാരായ നഗരവാസികളെ വലിയ തോതിലുള്ള ഭീതിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. പുലർച്ചെ ക്ഷേത്ര ദർശനത്തിനായി എത്തുന്നവരും ജോലിക്കായി ഇറങ്ങുന്നവരും ഭീതിയോടെയാണ് ഈ ദൃശ്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഇത്തരത്തിൽ പട്ടാപ്പകൽ ആയുധങ്ങളുമായി കറങ്ങി നടക്കുന്നത് പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ പോരായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മോഷണത്തിനായി ക്രിമിനൽ സംഘങ്ങൾ ഒത്തുചേരുന്നതും അവർക്കിടയിൽ ഉണ്ടാകുന്ന ആഭ്യന്തര തർക്കങ്ങൾ തെരുവ് യുദ്ധമായി മാറുന്നതും നഗരത്തിലെ ക്രമസമാധാന നിലയെ സാരമായി ബാധിക്കുന്നുണ്ട്. കാപ്പ ചുമത്തി ഗുണ്ടകളെ നാടുകടത്തുന്ന നടപടികൾ ശക്തമാക്കണമെന്ന് പോലീസ് അവകാശപ്പെടുമ്പോഴും ഇത്തരക്കാർക്ക് നഗരത്തിൽ ഒത്തുകൂടാനും ആയുധങ്ങൾ കൈവശം വയ്ക്കാനും സാധിക്കുന്നത് ഗൗരവകരമാണ്. മോഷണ കൊട്ടേഷനുകൾക്കായി നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റൌഡികളുടെ സാന്നിധ്യം ഇല്ലാതാക്കാൻ കൂടുതൽ കർശനമായ നടപടികൾ വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. പഴവങ്ങാടിയിലെ അക്രമം വെറുമൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കേരള പോലീസ് തയ്യാറല്ല. റൌഡി ലിസ്റ്റിലുള്ളവർ നടുറോഡിൽ ആയുധങ്ങളുമായി ഏറ്റുമുട്ടുന്നത് തലസ്ഥാനത്തെ ക്രമസമാധാന നിലയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിൽ നഗരങ്ങളിൽ ഗുണ്ടാവിളയാട്ടം തടയാൻ അതിശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഫോർട്ട് പോലീസിന്റെ തീരുമാനം. സംഭവത്തിന് പിന്നാലെ നഗരത്തിലെ റൌഡി ലിസ്റ്റിലുണ്ടായിരുന്നവരുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ പ്രത്യേക ഇന്റലിജൻസ് സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു. ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതിന് പിന്നാലെ അവരുടെ സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മോഷണ കൊട്ടേഷനുകൾക്കായി നഗരത്തിൽ ഒത്തുചേരുന്ന ക്രിമിനലുകളെ കണ്ടെത്താൻ രാത്രികാല പെട്രോളിംഗും പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. കാപ്പ ഉൾപ്പെടെയുള്ള കടുത്ത നിയമ നടപടികൾ റൌഡി ലിസ്റ്റിലുള്ളവർക്കെതിരെ പ്രയോഗിക്കാനാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. ആവർത്തിച്ച് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ നഗരത്തിൽ നിന്ന് നാടുകടത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മോഷണത്തിന് കൂട്ടുപോകാത്തതിനുള്ള പക ഇത്തരമൊരു അക്രമത്തിലേക്ക് നയിച്ച സാഹചര്യത്തിൽ ക്രിമിനൽ സംഘങ്ങളുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കും. തലസ്ഥാന നഗരിയുടെ സമാധാനം കെടുത്താൻ ശ്രമിക്കുന്നവർക്ക് കർശനമായ മുന്നറിയിപ്പാണ് പോലീസ് നൽകുന്നത്. പഴവങ്ങാടിയിലെ സംഭവത്തിന് സമാനമായ അക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നഗരവാസികളുടെ സഹകരണവും പോലീസ് അഭ്യർത്ഥിക്കുന്നുണ്ട്.